ഹുബ്ബുകയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്ന് ഒരു സഹാബിയോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞത്? ഹുബ്ബുകയ്യാഹാ 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 അദ്ഖലകൽ ജന്ന. ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇനി നീ പഴക്കൂല. ഇനി നിന്റെ മരണഘട്ടത്തിൽ പിശാചിന് നിന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ പഴപ്പിക്കാൻ കഴിയൂല. ഈ സൂറത്തിന്റെ നിയന്ത്രണം കൊണ്ട് നീ രക്ഷപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തവണ ഒരാൾ മനസ്സറിഞ്ഞോദിയാൽ ഖുർആന്റെ 1/3 ഓതിയത് പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ സൂറത്ത് 333 തവണ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയൊരു എണ്ണല്ലേ ഉസ്താദേ. നിങ്ങൾ ചിന്തിക്കൂ, ഒരു ദിവസത്തിൽ ആ ലുഹറിന്റെയും സുബഹിന്റെയും ഇടയിൽ ഒരു 20 തവണ, ലുഹർ കഴിഞ്ഞ് അസ്റാകുന്നതിന് മുമ്പ് ഒരു 20 തവണ, അസ്ർ കഴിഞ്ഞ് മഗ്രിബാകുന്നതിന് മുമ്പ് ഒരു 20 തവണ, മഗ്രിബ് കഴിഞ്ഞ് ഇശയാകുന്നതിന് മുമ്പ് 20 തവണ, ഇശ കഴിഞ്ഞ് സുബിഹാകുന്നതിന് മുമ്പ് 20 തവണ. അങ്ങനെ ഓതിയാൽ തന്നെ ദിവസത്തിൽ എത്രയായി? അല്ലാഹുവേ, അതിന് പിന്നെ കാൽക്കുലേറ്റർ എടുക്കണോ? എത്രയായി? 100 തവണയായി. അങ്ങനെ ഓതിയാൽ തന്നെ 100 തവണയായി. ഈ ഒരു 5 മിനിറ്റ് വേണ്ടല്ലോ 20 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതാൻ. നിങ്ങൾ ചിന്തിക്കണം, ഈ സൂറത്തിനെ ഇഷ്ടപ്പെട്ടാൽ വാനലോകത്തെ മലക്കുകൾക്കിടയിൽ പോലും ആ മനുഷ്യൻ ചർച്ചയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഒരിക്കൽ ഒരു സ്ഥലത്തിരിക്കാൻ. കേൾക്കണേ. ആരൊക്കെ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഒരു സ്ഥലത്തിരിക്കുകയാണ്. പെട്ടെന്ന് ആ സദസ്സിലേക്ക് സഹാബികളിൽ ഒരാൾ കയറി വന്നു. അയാളെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഭവ്യതയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഹാദാ അബൂദറുൽ ഗിഫാരി യാ റസൂലല്ലാഹ്. നബിയെ, നിങ്ങൾ നോക്കിയാണി, ആരാണ് ഈ കയറി വരുന്നത്? ഇത് നമ്മളുടെ അബൂദറുൽ ഗിഫാരിയാണല്ലോ റളിയല്ലാഹു അൻഹു. ആര് പറഞ്ഞു? ഒന്ന് പറഞ്ഞേക്ക്, ആര് പറഞ്ഞു? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അപ്പോൾ ഫഅജിബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ഭുതപ്പെട്ടു പോയി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഹബീബായ നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അവ തഅരിഫുഹു യാ ജിബ്രീൽ. അല്ല ജിബ്രീലേ, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയോ? നിങ്ങൾ അത്ര വലിയ പ്രസിദ്ധനൊന്നുമല്ലല്ലോ ഈ സഹാബി വര്യൻ. ഈ അബൂദർ ഗിഫാരി തങ്ങൾ അത്ര വലിയ പ്രശസ്തനോ പ്രസിദ്ധനോ ഒന്നും അല്ലല്ലോ. അദ്ദേഹത്തെ കണ്ടപ്പോൾ അത്ഭുതത്തോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ട് ഇതാ അബൂദർ ഗിഫാരി വരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ജിബ്രീൽ. അവ തഅരിഫുഹു യാ ജിബ്രീൽ. നബിയേ, അറിയുമോ എന്നാണോ നിങ്ങളുടെ ചോദ്യം? നിങ്ങൾക്ക് കേൾക്കണോ നബിയേ? ഹുവ അശ്ഹറു ഇൻദനാ മിൻഹു മിൻകും യാ റസൂലല്ലാഹ്. ഹുവ അശ്ഹറു ഇൻദനാ മിൻഹു മിൻകും യാ റസൂലല്ലാഹ്. നിങ്ങൾക്ക് കേൾക്കണോ? ഈ അബൂദറുൽ ഗിഫാരി നിങ്ങൾക്കിടയിൽ, സഹാബത്തിനിടയിൽ അദ്ദേഹത്തിനുള്ള പ്രശസ്തിയെക്കാളും പ്രസിദ്ധിയെക്കാളും സ്ഥാനത്തെക്കാളും മാനത്തെക്കാളും ഞങ്ങൾക്കിടയിൽ, വാനലോകത്തെ മലക്കുകൾക്കിടയിൽ ഈ അബൂദറുൽ ഗിഫാരിക്ക് പ്രസിദ്ധിയുണ്ട്, സ്ഥാനമുണ്ട്, മാനമുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാത്തൊരു ദിവസവും. മനസ്സിലായില്ലേ? അയാൾ സ്പീഡ് കൂടിയോ? വയലിന്റെ സ്പീഡ് കൂടിയോ? നബി, നിങ്ങൾ എന്താ വിചാരിച്ചത്? അബൂദറുൽ ഗിഫാരി അറിയോന്നോ? അബൂദറുൽ ഗിഫാരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് മലക്കുകൾക്കിടയിൽ ചർച്ച നടക്കാത്തൊരു ദിവസം
ഇല്ല. ഫഅജിബൻ നബിയു, അപ്പോൾ റസൂലുള്ളാഹി കൂടുതൽ അത്ഭുതപ്പെട്ടു. ഹബീബായ നബി തങ്ങളുടെ അത്ഭുതം വർദ്ധിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിമാ നാല ഹാദിഹിൽ ഫളീല അല്ല ജിബ്രീൽ, ഇത്രയും വലിയ സ്ഥാനം എങ്ങനെയാണ് ഇദ്ദേഹം കരസ്ഥമാക്കിയത്? മാലാഖമാർക്കിടയിൽ എന്നും ഒരു മനുഷ്യന്റെ മദ്ഹ് പറയാന്ന് പറഞ്ഞാൽ അത് അത്ര ചെറിയ സംഗതിയൊന്നും അല്ലല്ലോ. ബിമാനാല ഹാദിഹിൽ ഫളീല, എങ്ങനെയാണ് ഈ മഹത്വം അദ്ദേഹം കരസ്ഥമാക്കിയത്? അതിന് മഹാനായ മുത്ത് റസൂലിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത രണ്ട് മറുപടി. രണ്ട് കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ മനുഷ്യൻ മലക്കുകൾക്കിടയിൽ പോലും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ബഹുമാന്യനായ വ്യക്തിയായി മാറിയത്. രണ്ട് ഗുണങ്ങൾ ആ മനുഷ്യനിലുണ്ട്. ഏതാണ് രണ്ട് ഗുണം? ഒന്ന്, ലിസിഗരിഹി ഫീ നഫ്സിഹി, അദ്ദേഹത്തിന് എപ്പോഴും തോന്നാറ് ഞാനൊരു ചെറിയ മനുഷ്യനാണ്, ഞാനൊരു സാധുവാണ്, ഞാൻ വലിയ ആളാണ്, അവർകളാണ്, ആദരിക്കപ്പെടേണ്ട ഒരാളാണ്, പരിഗണിക്കപ്പെടേണ്ട ഒരാളാണ് അദ്ദേഹത്തിന് ഒരിക്കൽ പോലും. ഇന്നത്തെ ആകെയുള്ളൊരു പ്രശ്നപ്പതാണല്ലോ, ഇന്നത്തെ ഒരു മെയിൻ പ്രശ്നപ്പതാണ്. ഓരോരുത്തർക്കും തോന്നാണ് ഏറ്റവും ആദരിക്കപ്പെടേണ്ടവനും പരിഗണിക്കപ്പെടേണ്ടവനും ഞാനാണെന്ന തോന്നലാണ്. അതന്നെയാണ് ഏറ്റവും വലിയ തിന്മയും. അതാണ് ശൈത്താന്റെ സ്വഭാവം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ആമീൻ പറഞ്ഞേക്ക്. സഹോദരിമാരെ, ഉറങ്ങരുത്, ഉറക്കം തൂങ്ങരുത്. ഇതൊക്കെ ഉണർവോടുകൂടെ കേൾക്കണം. ഓരോ മജ്ലിസും കഴിയുമ്പോൾ നമ്മളെ ദറജ ഇങ്ങനെ ഉയർന്നുയർന്നു വരണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നബിയെ രണ്ട് ഗുണങ്ങൾ ഈ മനുഷ്യനിലുണ്ട്. ഒന്ന്, ലിസിഗരിഹി ഫീ നഫ്സിഹി, ഞാനൊരു ചെറിയ മനുഷ്യനാണ്, ഒരു സാധുവാണ്, അങ്ങനെ പരിഗണിക്കപ്പെടേണ്ട ആളൊന്നും അല്ലാന്നേ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം ഇതാണ്, ബികസ്റത്തി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. സഹോദരാ ശ്രദ്ധിക്കണം, സഹോദരി ശ്രദ്ധിക്കണം. എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണം. മഞ്ചേരിയിലെ ഈ തുറക്കലുള്ള മജ്ലിസിലേക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വന്നവരെ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബിയോട് പറയുകയാണ്, ഈ മനുഷ്യന്റെ സ്ഥാനം വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണം ബികസ്റത്തി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓതുന്ന സഹാബി ഇദ്ദേഹം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ദറജ ഉയരും, സംശയിക്കണ്ട. അല്ലാഹു ഉയർത്തും, സംശയിക്കണ്ട. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് സലാസ മർറാത്ത്, ഒരാൾ 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഫകഅന്നമാ ഖറഅൽ ഖുർആന കുല്ലഹു, അയാൾ ഖുർആൻ മുഴുവനായി ഓതിയവനെ പോലെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരു ഉദ്ഘാടനം എന്നുള്ള നിലക്കൊരു 3 തവണ ഇപ്പൊ തന്നെ ഓതിയല്ലേ, ഒന്ന് തുടങ്ങി വെക്കല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്.